أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد صدق الله مولانا العظيم من وقي ساق به بلبل به بلقلقي فقد وجبت له الجنة شفيعنا رسول الله إلى كبارث إلى كبارث बातें नहीं है तुझ में खोया गया तेरा जज्बे कलंदरानी ഏറ്റവും സമാദരണീയരായ ഈ മഹല്ലത്തിന്റെ ആത്മീയ കാര്യദർശി അഭിനന്ദനായ ഉവൈസ് അവരുടെ വേദിയിൽ സന്നിഹിതരായ വളരെയേറെ സമ്പന്നതരായ നേതാക്കളെ, അഭിമന്യരായ ഉമറാക്കളെ, ഉലമാക്കളെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സദ്വൃത്തരായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കുന്ന അവന്റെ ഹാശിയങ്ങളിൽ അബദീങ്ങളിൽ സർവശക്തനായ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠനാർഹമായ ഒരു സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് ഏറെ പ്രാധാന്യപൂർവ്വം സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാമൂഹിക ബോധമുള്ളവനാകുക, നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം ചൈതന്യങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്നതൊക്കെ എന്തുമാത്രം പ്രസക്തമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്നത് ആമുഖ ഭാഷണത്തിൽ പ്രിയങ്കരനായ ഉവൈസ് മൗലവി സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിഷയം മാതാപിതാക്കളും മക്കളും എന്ന പ്രമേയം, അതോടൊപ്പം അതിന്റെ പശ്ചാത്തലമായി ഈ ദിവസങ്ങളിലെ സംഗമത്തിന്റെ മഹിതമായ ഒരു മെസ്സേജായി ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള സാമൂഹിക ബോധമുള്ളവനാകുക എന്ന പ്രമേയം നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലത്ത് ഏറെ പ്രാധാന്യമുള്ളതും ഏറെ ഗൗരവമുള്ളതും
നമ്മളൊക്കെ നന്നായി പ്രാധാന്യപൂർവ്വം ആലോചിക്കേണ്ടതുമായ വസ്തുതയാണ്. കാരണം നമുക്ക് ഇന്ന് എല്ലാ മേഖലകളിലും മനുഷ്യൻ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുരോഗമനത്തിന്റെ വളർച്ചയുടെ പുരായാനത്തിന്റെ ലക്ഷണങ്ങൾ നിഖില മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുമ്പൊരു കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോഴും നമ്മുടെ ജീവിത മണ്ഡലത്തിൽ ഏറെ പരാജയപ്പെടുന്ന അസുഖകരമായ വാർത്താവിശേഷങ്ങൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയല്ല, ഒട്ടും ഭൂഷണമല്ലാത്ത സുഖകരമല്ലാത്ത വസ്തുതകളാണ് നമ്മൾ അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുടുംബങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക്, മാതാപിതാക്കൾ എന്ന് പറയുന്നത് മക്കൾക്ക്, ഭാര്യ എന്നത് ഭർത്താവിന്, ഭർത്താവ് എന്നത് ഭാര്യയ്ക്ക്, അങ്ങനെ തുടങ്ങി കുടുംബ ബന്ധത്തിന്റെ നിഖില മേഖലകളിലും അസ്വസ്ഥതയും അതൃപ്തിയും വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഏറ്റവും കോമൺ ആയി വ്യാപകമായി ഇന്ന് കാണുന്നത് എന്ന് ചോദിച്ചാൽ, സുഖത്തെക്കാൾ കൂടുതൽ അസുഖം, സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടം, ആനന്ദങ്ങളെക്കാൾ കൂടുതൽ ദുരന്തങ്ങൾ, വലിയ ആഹ്ലാദങ്ങളെക്കാളും വലിയ പ്രയാസങ്ങൾ. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്നിടത്ത് അതൃപ്തി ഉണ്ടാകുന്ന, അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ കാര്യമാത്ര പ്രസക്തമായ മേഖലയാണ് സമൂഹം, മക്കൾ, കുടുംബം, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത്. അത് വളരെ അനിവാര്യമായ അർത്ഥത്തിൽ ഒരു വിശ്വാസി ബോധ്യപ്പെടേണ്ടുന്ന മേഖല കൂടിയാണ്. നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 23 വർഷക്കാലത്തെ ജീവിത ദൗത്യത്തിനിടയിൽ വളരെ മനോഹരമായ ഇസ്ലാമിക പോരാട്ടങ്ങളെ, ഇസ്ലാമിക ചിന്തകളെ, ഇസ്ലാമിക ആലോചനകളെ, ഇസ്ലാമിക ദർശനങ്ങളെ തന്റെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ വിശേഷപ്പെട്ട തനിമ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന്റെ മുമ്പ്, നുബുവത്തിന്റെ മുമ്പ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ദൗത്യമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാസ്മരികത എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭർത്താവിനെ അവിടെ കാണാം, ഏറ്റവും നല്ല ഭാര്യയെ കാണാം, ഏറ്റവും നല്ല മക്കളെ കാണാം, ഏറ്റവും നല്ല മരുമക്കളെ കാണാം. എല്ലാം വളരെ മനോഹരമായ ഇസ്ലാമിക ചൈതന്യത്തെ അനുസ്മരിപ്പിക്കുന്ന ജീവിത സംസ്കാരം പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു സംഭാവന ഉണ്ടാവേണ്ടത് തന്റെ വിശ്വാസത്തോളം വലുതാണ് തന്റെ ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ് നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആത്യന്തികമായി ജയിക്കേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ആലോചിക്കേണ്ടെന്ന ചില മുഖപുരകൾ ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ചിന്തയിൽ അത് വരുന്നതിന് വേണ്ടി പ്രസംഗങ്ങളുടെ കുറവ് നമ്മുടെ സമുദായത്തിലില്ല, അത്തരത്തിലുള്ള ചടങ്ങുകളുടെ കുറവ് നമ്മുടെ നാട്ടിലില്ല. ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ ഓരോ ദിനങ്ങളിലും മേഖലകളിലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അർത്ഥത്തിൽ നമ്മുടെ വിരൽത്തുമ്പുകളിൽ, മൊബൈലുകളിൽ പ്രസംഗമുണ്ട്, ടിവിയിലുണ്ട്, നിങ്ങളുടെ ടാബിലുണ്ട്, നിങ്ങളുടെ യൂട്യൂബിലുണ്ട്, വാട്സപ്പുകളിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോക്കത്തും നമ്മുടെ കൺവെട്ടത്ത് ക്ഷിപ്രസാധ്യമാകുന്ന രൂപത്തിൽ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ സുലഭമാണ്. അപ്പൊ അതിന്റെ ഒന്നും ഒരു പഞ്ഞമോ കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരു പ്രസംഗം എന്ന ഒരു പ്രസക്തിയൊന്നും നമ്മളിങ്ങനെ വന്നിരുന്ന് കഷ്ടപ്പെട്ട് കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം പ്രസംഗങ്ങൾ നമുക്കൊക്കെ നിരന്തരമായി ലഭ്യമാണ്. വളരെ പ്രഗത്ഭരായ ആളുകളുടെ പ്രഭാഷണങ്ങൾ തന്നെ നമുക്ക് ലോകത്തെ ഏത് കോണുകളിൽ നടക്കുമ്പോഴും ഈ ലോകത്തിന്റെ ഏത് ദിക്കുകളിലുള്ള മനുഷ്യനും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അതിന്റെ സർവ്വവ്യാപിയായ സങ്കേതങ്ങൾ
സമൂഹത്തിന്റെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിനപ്പുറത്തേക്ക്, കേൾവിക്കപ്പുറത്തേക്ക്, ഒരു വിഷയത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ചില സന്ദേശങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താണത്? അത് തന്റെ ജീവിതത്തിൽ, തന്റെ പെരുമാറ്റത്തിൽ, തന്റെ ബന്ധത്തിൽ, തന്റെ വ്യവഹാരങ്ങളിൽ, തന്റെ ഇടപെടലുകളിൽ, സമ്പർക്കങ്ങളിലൊക്കെ കൊണ്ടുവരേണ്ടുന്ന മഹിതമായ ചില ചലനങ്ങളാണ്. അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസക്തി. പ്രവാചകർ തങ്ങളോട് അനുയായികളിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ലവൻ? പ്രവാചകർ തങ്ങളോട് ചോദിക്കുന്ന വളരെ സാധാരണമായ ഒരു ചോദ്യം. ആരാണ് പ്രവാചകരെ നമ്മുടെ കൂട്ടത്തിലെ നല്ലവൻ? ആലോചിച്ച് നോക്കുക എന്റെ പ്രിയമുള്ളവരെ. ഹബീബായ നബിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തൊക്കെ മറുപടി പറയാമായിരുന്നു? നമ്മുടെ കൂട്ടത്തിലെ നല്ലവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, മുടങ്ങാതെ ഹജ്ജ് ചെയ്യുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, സകാത്ത് കൊടുക്കുന്നവനാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവനാണ്. അങ്ങനെയൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ പ്രവാചകർ തങ്ങൾ കൊടുത്ത ഏറ്റവും മനോഹരമായ മറുപടി, എന്റെ മുന്നിൽ ഏറ്റവും നന്മയുള്ള നല്ലവർ എന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരൊന്നുമല്ല. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമാണ്, മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് നന്മയുടെ അടയാളമായി പ്രവാചകൻ പരിചയപ്പെടുത്തിയത്? ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ആരാണ് നല്ലത്? അഥവാ ഖൈറുക്കും ലിഅഹ്ലിഹി, അവന്റെ കുടുംബത്തോട് നന്നായവൻ ആരാണോ അവനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി. ഭാര്യയോട് നന്നായവൻ, ഉമ്മയോട് നന്നായവൻ, ഉപ്പയോട് നന്നായവൻ, മക്കളോട് നന്നായവൻ, മാതാപിതാക്കളോട് നന്നായവൻ. ആ ഖൈറാണ് ഏറ്റവും പ്രധാനപ്പെട്ട തനിമ എന്ന് പറയുന്നത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗം നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് കാണാം. മൂസ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി, അല്ലാഹുവേ, ഈമാനിന്റെയും തവക്കുലിന്റെയും ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം എന്താണ്? എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകം എന്താണ്? ബഅദൽ ഈമാനി വത്തവക്കുലി അലൈക, അല്ലാഹുവിലുള്ള വിശ്വാസവും നിന്നിലുള്ള വരവേൽപ്പിക്കലും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകേണ്ട കർമ്മം എന്താണ് എന്ന് ചോദിച്ചപ്പോ നബിയന റസൂലുള്ളാഹി കൊടുക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന, മൂസ നബിക്ക് അല്ലാഹു കൊടുത്തു എന്ന് പറയുന്ന മറുപടി, അങ്ങനെയെങ്കിൽ അൽ-ലുത്ഫു ബിസ്സുബിയാൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഏറ്റവും മൃദുലമായി പെരുമാറുക എന്നതാണ്. നിങ്ങൾ ഏറ്റവും ലതീഫായി, ഏറ്റവും മൃദുലമായി, സ്നേഹത്തോടെ, ആർദ്രതയോടെ തന്റെ കുഞ്ഞുങ്ങളോട് പെരുമാറലാണ് ഈമാനും തവക്കുലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമെന്ന് അള്ളാഹു പറയുന്നുവെന്ന് മൂസ നബിയോട് അള്ളാഹു കൽപ്പിക്കുന്നുവെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി. 2. മൂന്നാമത്തത്, പ്രവാചകർ തങ്ങൾ തന്നെ പറയുന്ന വാക്ക്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നല്ല രീതിയിൽ വർത്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മികച്ച മാതൃകകൾ തീർക്കണം. ഈ സമുദായത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തോട് മൃദുലമായി, ആർദ്രമായി, സ്നേഹമായി, അലിവോടെ പെരുമാറുന്നവൻ ഞാനാണ് എന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകർ തങ്ങൾ ഏറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ഒരു മേഖലയാണ് തന്റെ മക്കൾ, തന്റെ കുടുംബം, തന്റെ വീട്, മാതാപിതാക്കൾ, തന്റെ ഭാവിയിലെ വരദാനങ്ങളാകുന്ന സന്താനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയധികം ഗൗരവത്തോടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു വിഷയം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ വർത്തമാന പരിസരത്തിൽ ആലോചിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്ക്. സ്വന്തം മാതാപിതാക്കളെ പുറംകാല് കൊണ്ട് ചവിട്ടി വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മക്കൾ, തന്റെ ഉമ്മ ഏത്, പെണ്ണേത്, പെണ്ണേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. പ്രായമായ ഉമ്മക്ക് സംരക്ഷണം കൊടുക്കേണ്ട മക്കൾ ആ ഉമ്മയുടെ ശരീരത്തിന് പോലും വില പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എത്ര അസഹ്യമാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പള്ളികളുള്ള, മദ്രസകളുള്ള, പ്രഭാഷണങ്ങൾ നടക്കുന്ന ഇസ്ലാമിക സംവിധാനങ്ങളിലുള്ള, കൂട്ടായ്മകളിലുള്ള നമ്മുടെ നാട്ടിലെ വർത്തമാനമാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട്ടും, മലപ്പുറത്തും, കണ്ണൂരും, വയനാട്ടിലും, കാസർഗോഡും ഒക്കെ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ. പെൺകുട്ടികൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോവുക,
ആൺകുട്ടികൾ തന്റെ ജീവിതത്തിന് തോന്നിയതുപോലെ ജീവിക്കാൻ തയ്യാറാവുക, ലഹരിക്ക് അടിമപ്പെടുക, മാതാപിതാക്കളോട് കൂറില്ലാതാവുക, തന്റെ നാടിനും കുടുംബത്തിനും ഒക്കെ അപമാനമായി മാറുക, രാജ്യദ്രോഹികളാവുക, തീവ്രവാദികളാകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതൊന്നും വലിയ അത്ഭുതമില്ല. നിങ്ങളൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്താവിശേഷങ്ങളാണ്. കോഴിക്കോട് വെച്ച് കോടതിയിൽ ഒരു മുസ്ലിം പെൺകുട്ടി, 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു മുസ്ലിം പെൺകുട്ടി, കോടതിയിൽ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരാതിക്കാരിയായി വന്ന ഈ പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്നതിനിടയിൽ അവൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകി തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പോ 18 തികഞ്ഞിട്ടില്ലാത്ത നമ്മുടെ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ട അനുജത്തി ആ കോടതിയിലെ മജിസ്ട്രേറ്റിനോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകാൻ വിധിച്ചാലും എന്റെ വീട്ടിലേക്ക് നിങ്ങൾ എന്നെ പറഞ്ഞു വിടരുത്. എന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, മറ്റെവിടെ പോണെങ്കിലും ജയിലിൽ വരെ പോകാൻ ഞാൻ ഒരുക്കാണ്, പക്ഷെ എന്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടരുത്. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, എന്താ നിന്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് വീട്ടിൽ പോണ്ടെന്ന് പറയുന്നത്? ആ പെൺകുട്ടി ഒരുപക്ഷെ കേരളക്കരയിലെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് കണ്ണു തുറന്നു നോക്കാനും ചിന്തിക്കാനും പറ്റാവുന്ന ഒരു വിശേഷം ആ പെൺകുട്ടി പങ്കുവച്ചു. എന്റെ വീട്ടിലേക്ക് പോയാൽ ഉമ്മ മരിച്ചുപോയ എനിക്ക്, യതീമായി തന്റെ ഉമ്മയുടെ തണല് കിട്ടാതെ വളർന്നു വരുന്ന എനിക്ക്, അനാഥത്വത്തിന്റെ വേദന അനുഭവിക്കുന്ന എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ എനിക്ക് താമസിക്കുന്ന എന്റെ ശേഷിക്കുന്ന പുരുഷന്മാരിൽ, അഥവാ വീട്ടിലുള്ള ആരെല്ലാം, തന്റെ ജ്യേഷ്ഠനിൽ, തന്റെ പെങ്ങളുടെ ഭർത്താവിൽ, തന്റെ കുടുംബത്തിലെ അംഗങ്ങളിൽ, ചിലരുടെയൊക്കെ വീടുകളിൽ തന്റെ പിതാവിൽ, അവരിൽ പേടി അർപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കോടതിയുടെ മുന്നിൽ വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട മക്കൾ. അവരുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ സുരക്ഷയില്ല, എന്റെ ശരീരം സംരക്ഷിക്കപ്പെടില്ല എന്ന് കോടതിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന മക്കൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവുകയാണ്. സ്വന്തം ഉപ്പയുടെ കുഞ്ഞുങ്ങളെ പേറേണ്ടി വരുന്ന കുട്ടികൾ, സ്വന്തം കുട്ടികളുടെ കുഞ്ഞുങ്ങളെ പേറേണ്ടി വരുന്ന അമ്മ, ഇതൊക്കെ കഥയല്ല. കാസർകോട്ടും കോഴിക്കോട്ടും കണ്ണൂരിലും വയനാട്ടിലും ഒക്കെ കാണുന്ന വിശേഷങ്ങൾ. ഇത്തരം സംഭവങ്ങൾ ഞാൻ എടുത്ത് പറയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ 1-1.5 മണിക്കൂർ സമയവും നൂറുകണക്കിന് കഥകളും അനുഭവങ്ങളും നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റും. പക്ഷെ അതിനല്ലല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയത്. നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ആവർത്തിക്കുന്നുമില്ല. ഇങ്ങനെ അത് വഷളായിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ, സങ്കുചിതമായ, അസ്വസ്ഥത പകരുന്ന, സമൂഹത്തിൽ വേദനയുണ്ടാക്കുന്ന ഈ വർത്തമാന പരിസരത്തിൽ എങ്ങനെയാണ് ഒരു ലോക സാഹചര്യത്തിൽ നമ്മൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ വിശേഷങ്ങളിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ചലനം ഉണ്ടാക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മൾ കൊതിച്ചതുപോലെ, ആശിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ മനസ്സിനും ശരീരത്തിനും സമാധാനം നൽകുന്ന മക്കൾ ഉണ്ടാവുക? ഏത് വിധേനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പൊരുത്തമുള്ള കുടുംബങ്ങൾ ഉണ്ടാവുക? ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ, നിങ്ങൾ ഏറ്റവും നല്ലവൻ, നിങ്ങളുടെ കുടുംബത്തിൽ നന്നായവനാണ് എന്ന് പറഞ്ഞ പദത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. ആ പക്കത്തിൽ എളുപ്പമുള്ള വർത്തമാനമല്ല. കാരണം നമുക്ക് നന്നാവാൻ എളുപ്പമാണ്. ഇവിടെ നിങ്ങളൊരു കച്ചവട സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ അവിടെ ഒരു മുതലാളി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സ്വഭാവം നന്നാക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് വരുമാനം വേണം. നിങ്ങളൊരു തൊഴിലാളി എന്ന നിലയിൽ മുതലാളിയോട് നന്നായി പെരുമാറാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് അവിടെ ശമ്പളം ലഭിക്കണം, നിങ്ങൾക്ക് ജീവിത മാർഗം ഉണ്ടാവണം. നിങ്ങളൊരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ എളുപ്പമാണ്. കാരണം സ്ഥാപനം നാളെയും നിലനിൽക്കണം. നിങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നന്നാവാൻ എളുപ്പമാണ്. കാരണം ആ സംഘടനയിലെ പല പ്രിവിലേജസും നിങ്ങൾക്ക് വേണം, പല അർത്ഥത്തിലുള്ള അംഗീകാരങ്ങളും ജീവിതത്തിൽ വേണം. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ജീവിതത്തിൽ അവിടങ്ങളിലെല്ലാം നന്നാവാൻ എളുപ്പമാണ്. പക്ഷേ തനിക്ക് പൂർണ്ണ അധികാരമുള്ള തന്റെ കുടുംബം, ഏത് വിധേനയും ചിരിക്കാനും ചിരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള തന്റെ കുടുംബം, തല്ലാനും തല്ലാതിരിക്കാനും അവകാശമുള്ള തന്റെ കുടുംബം, നോക്കാനും നോക്കാതിരിക്കാനും അവകാശമുള്ള തന്റെ കുടുംബം, തനിക്ക് സ്നേഹത്തോടെ പെരുമാറാനും ദേഷ്യത്തോടെ പെരുമാറാനും സാധ്യതയുള്ള തന്റെ കുടുംബം, ആ കുടുംബത്തിൽ സ്വഭാവം കൊണ്ട് നന്നാവുക, പെരുമാറ്റം കൊണ്ട് മെച്ചപ്പെടുക, ഇടപെടലുകൾ കൊണ്ട് നന്നാവുക, തന്റെ ഇത്തരത്തിലുള്ള പങ്കുവെക്കലുകൾ കൊണ്ട് നന്നാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നതുകൊണ്ടാണ് തങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തോട് നന്നായവനാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ തുടങ്ങി. അത്ര പ്രധാനപ്പെട്ട ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഇന്ന് സമൂഹത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റുക? ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം.
നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അർത്ഥത്തിൽ ഈമാൻ സലാമത്താവാൻ, ആഖിറത്ത് നന്നാവാൻ, നന്നായി മരിക്കാൻ, സ്വർഗം ലഭിക്കാൻ ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദുആയാണ്. എന്റെ ഒരു ചോദ്യം, എന്റെ വലതുഭാഗത്തിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. അയാളുടെ പ്രാർത്ഥന, അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. എന്റെ ഇടതുഭാഗത്തിരുന്ന് വേറൊരാൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എന്നെയും എന്റെ കുടുംബത്തെയും നരകത്തിൽ പ്രവേശിപ്പിക്കരുത്. നല്ലോണം ആലോചിക്കുക. വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എന്നെയും എന്റെ കുടുംബത്തെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഇടതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എന്നെയും എന്റെ കുടുംബത്തെയും നരകത്തിൽ പ്രവേശിപ്പിക്കരുത്. ഈ രണ്ട് പ്രാർത്ഥനകളും ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ എനിക്കൊരു ദുആ ചെയ്യണം, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ വലതുഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സുഹൃത്തിന്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കണോ, അല്ല ഇടതുഭാഗത്ത് നിന്ന് ദുആ ചെയ്യുന്ന ഈ ചങ്ങാതിന്റെ ദുആ ഞാൻ ദുആ ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? വലത്, ഇടത്, ഇടത് ഭരിക്കുന്നുണ്ടോ? വലത്, ഇടത്, ഇത് എന്റെ അഭിപ്രായം. ഇടത് അഭിപ്രായം പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ അല്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം, ഈ രണ്ട് പ്രാർത്ഥനയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഞാൻ കേൾക്കണം, അല്ലാഹുവേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, അല്ലാഹുവേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ അല്ലാഹ്. വല്ല വ്യത്യാസമുണ്ടോ? രണ്ടും ഒരുപോലെയാണോ? നിങ്ങൾ അഭിപ്രായം എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ദുആ ഏതാ? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണോ, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നാണോ? നിങ്ങളൊന്നും പറയുന്നില്ല. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണോ, നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നാണോ? എന്തായാലും നിങ്ങളെ വെറുതെ ഇരിക്കാൻ ഞാൻ പോകില്ല, കാരണം നിങ്ങൾ എന്തായാലും വർത്തമാനം പറയേണ്ടി വരും. ആലോചിച്ചൊക്കെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന പ്രാർത്ഥനയാണോ, നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന പ്രാർത്ഥനയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത്? സ്വാഭാവികമായും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന പ്രാർത്ഥനയാണ്. വെരി ഗുഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണത്. നമ്മുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെയെങ്കിൽ ഇടതുഭാഗത്തിൽ നിന്നൊരാൾ പ്രാർത്ഥിക്കുന്നത് നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്നാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനക്കാണോ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന പ്രാർത്ഥനക്കാണോ? സ്വാഭാവികമായും നമ്മുടെ മനസ്സ് പറയും വലതുഭാഗത്തെ പ്രാർത്ഥന. ചിലപ്പോഴൊക്കെ തോന്നും ഇടതുഭാഗത്തെ പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണെന്ന് നിങ്ങൾ, ഞാനിത് ബോധപൂർവമാണ് ചോദിച്ചത്. സ്വർഗത്തിൽ പോകണേ എന്ന പ്രാർത്ഥന അത്ര വലിയ പ്രാർത്ഥനയൊന്നുമല്ല, അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അതങ്ങനെ കാര്യപ്പെട്ട ഒരു വിഷയമല്ല. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ച ഈമാൻ ഉറപ്പിച്ചവരെല്ലാം അവർ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുസ്ലിമീങ്ങളായവരെല്ലാം സ്വർഗത്തെ നുണയുന്നവരാണ്, സ്വർഗത്തെ അനുഭവിക്കുന്നവരാണ്. സ്വർഗപ്രവേശനം എന്നത് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, അതവർക്ക് നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഈമാനിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം ഉരുവിടുന്നവരെല്ലാം അവർ സ്വർഗലോകത്താണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. സ്വർഗപ്രവേശനം എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഘടകമാണ്. ഇതുപോലെ നരകമെന്നത് കാഫിരീങ്ങൾക്ക് നിർബന്ധമാണെന്ന് ബോധ്യപ്പെടുത്തിയതുപോലെ, നരകം അവിശ്വാസികൾക്ക് ശാശ്വതമാണെന്ന് പരിചയപ്പെടുത്തിയതുപോലെ, നരകം അവരുടെ വീടാണ് എന്ന് പരിചയപ്പെടുത്തിയതുപോലെ, സ്വർഗം നമുക്കുള്ളതാണ്, സ്വർഗം നമ്മുടേതാണ്, സ്വർഗം നമ്മുടെ ഭവനമാണ്, സ്വർഗ ജീവിതം നമുക്ക് അനുവദിക്കപ്പെട്ടതാണെന്ന് ഹബീബായ നബി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. സ്വർഗ ജീവിതം എന്ന് പറയുന്നത് മുസ്ലിമിന് നിർബന്ധമായി അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതവന്റെ ജീവിതത്തിൽ എന്തായാലും സംഭവിക്കുന്ന സ്വാഭാവികതയാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്ന, കുടുംബങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചോളനെ,
നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണേ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, രക്ഷപ്പെടുത്തണേ. നരകതുല്യമായ ആഹുതികളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മോചിപ്പിച്ചെടുക്കണേ എന്ന പരിശുദ്ധ ഖുർആൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, നരകതുല്യമായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാതെ നോക്കണേ എന്ന് ഹബീബായ തങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ച പ്രാർത്ഥന. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. പരമകാരുണ്യനായ തമ്പുരാനെ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. നരകത്തിന്റെ ആകുതികളിൽ പെടുത്താതെ സംരക്ഷിക്കണേ അല്ലാഹ്. ഹബീബായ നബിയുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ നിരന്തരം കേൾക്കുന്ന പ്രാർത്ഥന നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന വാക്കാണ്. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് നരകത്തെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുത്തരുതേ എന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ ഖുർആൻ കുടുംബങ്ങളോട്, വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതും അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. മുസ്ലിമീങ്ങളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രാർത്ഥന. ഇടതുഭാഗത്തുള്ള ദുആ അത് വലിയ പ്രധാനപ്പെട്ട ദുആയാണ്. അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നതിനേക്കാൾ, കാരണം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് നമുക്ക് ഉറപ്പാണ്. ആകെയുള്ള സംശയം കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളെ, ഈമാനോട് കൂടി മരിച്ച ഒരാളെ സ്വർഗ്ഗത്തിൽ കടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുസ്ലിമായി ജീവിച്ച ഒരാളെ സ്വർഗത്തിൽ കിടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ സംശയം എന്താണ്? സ്വർഗത്തിൽ എപ്പോൾ കിടത്തുമെന്നുള്ളതാണ്. എപ്പോഴാണ് സ്വർഗത്തിൽ പോവാന്നുള്ളത് മാത്രമേ ഡൗട്ടുള്ളൂ. നമ്മുടെ പോണ കാര്യത്തിൽ ഡൗട്ടില്ല. എപ്പോഴാണ് പോവാ? നിങ്ങൾ നേരത്തെ പോകുമോ, ഒറ്റയടിക്ക് പോകുമോ, ശിക്ഷ കഴിഞ്ഞിട്ട് പോകുമോ, അപകടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങിയിട്ട് അവസാനത്തെ കോട്ടയിൽ പോകുമോ? ഈ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. നമ്മൾ ഒരൊറ്റയടിക്ക് സ്വർഗത്തിലേക്ക് വരുന്നത് അള്ള സ്വർഗം തരും, പക്ഷെ അതിന്റെ മുമ്പ് നരകവും തരും. നരകം കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ സ്വർഗം അനുഭവിക്കാൻ അവസരം അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. നമ്മളോട് പരിശുദ്ധ ഖുർആൻ, അതുകൊണ്ടാണ് റിവേഴ്സിലാണ് ഖുർആൻ കുടുംബങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ സ്വർഗത്തിൽ, നിങ്ങളെ കുടുംബങ്ങളൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകരുതേ എന്ന പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന പ്രാർത്ഥനയും നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ മോശക്കാരാകുന്ന ഒരു സാഹചര്യവും നിങ്ങൾ സൃഷ്ടിക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലാണ്. നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കാരണവശാലും അല്ലാഹുവിന്റെ മുന്നിൽ മോശക്കാരാകുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. സ്വർഗം അന്യമായി പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. നരകത്തിന്റെ അവകാശങ്ങളാക്കേണ്ടി വരുന്ന ചുറ്റുപാടുണ്ടാക്കരുത്. ആ നരകത്തിന്റെ ആഹുതികൾ നേരിടേണ്ടി വരുന്ന സ്വഭാവ ദൂഷ്യം, ഹറാമുകൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത, മക്കളെ കാരണം മാതാപിതാക്കൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ കാരണം മക്കൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഭാര്യ കാരണം ഭർത്താവ് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഭർത്താവ് കാരണം ഭാര്യ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? അന്യോന്യം അപകടകരമായ രൂപത്തിലുള്ള വൃത്തികേടുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയതി സമാനുന അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിന്റെ മേലെ കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വന്നാൽ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ? എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരുമ്പോ, അവസാന നാളുകളാകുമ്പോ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറയും, അത്രേ ഖിയാമത്ത് നാളിൽ ഈ സമൂഹം ഏത് തരത്തിൽ മോശക്കാരായ മക്കൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ, അവരെ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോയാൽ, വിചാരണ നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്നകപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചില മക്കൾ കൈ ഉയർത്തിക്കൊണ്ട് പറയും, അത്രേ അല്ലാഹുവേ, നീ എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടരുത്,
എന്റെ മാതാപിതാക്കളാണ് എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള കാരണം. അതുകൊണ്ട് അവരെ നീ എന്റെ കൂടെ വിടുന്നത് വരെ നീ എന്നെ പറഞ്ഞു വിടരുതേ അല്ലാ. അവരെയും എന്റെ കൂടെ നരകത്തിലേക്ക് വലിച്ചിറക്കപ്പെടുന്നത് വരെ നീ എന്നെ നരകത്തിലൊക്കെ പറഞ്ഞു വിടരുതേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി നരകത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കുമെന്ന് നബിയുൽ വറാ മുഹമ്മദ് മുസ്തഫ തന്റെ മാതാപിതാക്കളെ, തന്റെ 3 മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാനുള്ള കാരണക്കാര് തന്റെ ഉമ്മയാണ്, തന്റെ വാപ്പയാണെന്ന് വിളിച്ചു പറയുന്ന മക്കളുണ്ടാകുമെന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ. പരാജയപ്പെടുന്ന മനുഷ്യർ നിങ്ങളുടെ മുതൽ ഫിത്നയാകുന്നത് പോലെ നിങ്ങളുടെ മക്കള് ഫിത്നയാകുന്ന കാലം വരുമെന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുതൽ എങ്ങനെയാണോ ഫിത്നയായി മാറുന്നത്, അല്ലാഹുവിനെ മറക്കാനുള്ള കാരണമായി മാറുന്നത്, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലാഹുവിനെ മറക്കാനുള്ള കാരണമായി മാറുമെന്ന പരിശുദ്ധ ദീൻ ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതിനർത്ഥം എന്റെ പ്രിയമുള്ളവരെ, നരകത്തിലേക്ക് ചെന്ന് ചേരേണ്ടുന്ന സ്വഭാവത്തിന്റെ വൃത്തികേടുകൾ ഇന്നത്തെ കുടുംബങ്ങളിൽ വ്യാപകമാണ്. ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് നരകത്തിൽ പോകാത്ത കുടുംബം, നരകം തൊടാത്ത കുടുംബം, നരകം അനുഭവിക്കാത്ത കുടുംബം, നരകത്തിന്റെ വൃത്തികേടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുശ്ശീലങ്ങൾ ചെയ്യാത്ത കുടുംബം, അത്തരം ദുശ്ശീലങ്ങൾ ജീവിതത്തിൽ അശേഷം നിർവഹിക്കാത്ത കുടുംബം, ആ കുടുംബമാണ് തന്റെ കുടുംബത്തോട് നന്നായവനാണ് ഏറ്റവും നല്ലവനെന്ന ഹബീബായ നബിയുടെ പ്രഖ്യാപനത്തിന്റെ പ്രസക്തി അതാണ്. ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു, ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു. നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. നിങ്ങൾ ഈ ലോകത്ത് മുഴുവനും അനുഭവിച്ചാലും, ഇത് മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടുപോയി ചേർത്ത് വെച്ചാലും, ഒരു സാമ്രാജ്യം കണക്കെ ലോകം മുഴുവൻ നിങ്ങളുടെ കൈവെള്ളയിൽ ഒതുക്കിയാലും, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. ഈ ലോകം മുഴുവൻ നിങ്ങൾ അനുഭവിച്ചാലും നിങ്ങളുടെ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണ്, വീടാണ്, സ്വന്തം മക്കളാണ്, മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അവിടെ ജയിക്കലാണ് ഭൂമിയുടെ വിജയം എന്ന് പറയുന്നത്. ഇങ്ങനെ മുക്കിനി ജന്നത്താൻ, വിശ്വാസികൾക്ക് 2 സ്വർഗമുണ്ട്. ജന്നത്തുൻ ഫിൽ ദുനിയാ വ ജന്നത്തുൻ ഫിൽ ആഖിറ. ഒന്ന് ദുനിയാവിലെ സ്വർഗമാണ്, മറ്റൊന്ന് ആഖിറത്തിലെ സ്വർഗമാണ്. വിശ്വാസികൾക്ക് 2 സ്വർഗമുണ്ട്. ഒന്ന് ദുനിയാവിലെ സ്വർഗമാണ്, മറ്റൊന്ന് ആഖിറത്തിലെ സ്വർഗമാണ്. ആഖിറത്തിലെ സ്വർഗം ഏതാണെന്ന് നമുക്കറിയാം. ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ ഭൂമിയിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനമാണ്. ഇനി ദുനിയാവിലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന സ്വർഗമേതെന്നറിയുമോ? ആ ദുനിയാവിലെ സ്വർഗമെന്ന് പരിചയപ്പെടുത്തുന്നത്, അത് സ്വർഗമെന്നത് കുടുംബമാണ്. അവനവന്റെ വീടാണ്, അവനവന്റെ മാതാപിതാക്കളാണ്, അവനവന്റെ ഭാര്യ ഭർത്താക്കന്മാരാണ്, അവനവന്റെ കുഞ്ഞുങ്ങളാണ്, തന്റെ വീടാണ്, തന്റെ കുടുംബമാണ്. ദുനിയാവിലെ സ്വർഗമെന്ന് ജന്നത്തുൻ ഫിൽ ദുനിയാ വ ജന്നത്തുൻ ഫിൽ ആഖിറ. ആഖിറത്തിലെ സ്വർഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണെങ്കിൽ, ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും വീടാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണ് മുസ്ലിം ജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. ഭൂമിയിലെ സ്വർഗത്തെ കിട്ടിയവനെ ആഖിറത്തിലെ സ്വർഗം കിട്ടൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭൂമിയിലെ സ്വർഗത്തെ അനുഭവിക്കാൻ കഴിഞ്ഞവനെ പാരത്രിക ലോകത്തെ സ്വർഗത്തെ അനുഭവിക്കാൻ കഴിയും.
അപ്പൊ ഇവിടെ പലരോടും പലപ്പോഴും ചോദിച്ചാൽ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗാണോ നരകാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്വർഗതുല്യമാണോ നരകതുല്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു 80% ആൾക്കാരും മറുപടി പറയും ഇതൊരു നരക ജീവിതമാണ്, നരക യാതനയാണ്, നരക തുല്യമാണ്. എപ്പോഴും പ്രശ്നം, എപ്പോഴും പ്രയാസം, എപ്പോഴും വെല്ലുവിളികൾ, എപ്പോഴും സങ്കടങ്ങൾ. വീട് എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന ഫീലിംഗ് നമ്മുടെ ഈ കൂടിയവരിൽ എത്ര പേരിലുണ്ടാവും? മനസ്സോട്ട് ആലോചിച്ചു. എന്റെ കുടുംബം അല്ലാഹുവേ ദുനിയാവിലെ സ്വർഗമാണ് കുടുംബമെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും. ദുനിയാവിലെ സ്വർഗമാണ് എന്റെ കുടുംബമെങ്കിൽ ആ കുടുംബമാകുന്ന സ്വർഗത്തിൽ കഴിയുന്നവരെ ശബ്ദം ശ്രവിക്കുന്നവരിൽ എത്ര പേരുണ്ട്? എത്ര പേർക്കാണ് സ്വർഗത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? എന്താണ് സ്വർഗത്തിന്റെ പ്രത്യേകത? എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾ സംതൃപ്തരായിരിക്കണം. ഏതേത് വെല്ലുവിളികൾ നേരിട്ടാലും നിങ്ങൾ അവിടെ ഏറ്റവും ശാന്തതയിലും സമാധാനത്തിലുമാണ്. വേണ്ടതൊക്കെ കിട്ടും, ഉള്ളതിലൊക്കെ നിങ്ങൾ തൃപ്തിപ്പെടും. അനാവശ്യമായ ആഗ്രഹങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അള്ളാഹു തങ്ങളൊക്കെ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ കഴിയും. ഈ ഭൂമിയിൽ ഒരു കുടുംബത്തെ അങ്ങനെ ഒരു സ്വർഗതുല്യമായി കാണാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ, ആ സ്വർഗത്തിന്റെ അനുഭവത്തെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ, ആ സ്വർഗം എന്ന് പറയുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ വിഷമുണ്ടാവാൻ സാധ്യതയില്ല. വെല്ലുവിളികൾ വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ആ ശുക്രിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. വലിയ വലിയ പ്രയാസങ്ങളോ മാനക്കേടുകളോ നാണക്കേടുകളോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു. പക്ഷെ ഇന്ന് സ്വർഗം എന്നതിനേക്കാൾ ഉപരി നരകം എന്ന് വിളിക്കപ്പെടുന്നതാണ് നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പറയാറുണ്ട് എല്ലാ കുടുംബങ്ങളെയും എല്ലാ വീടുകളെയും വല്ലാതെ ബാധിച്ചിരിക്കുന്ന അപകടകരമായ പ്രവണതയായി ഇത് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ദുനിയാവിലെ സ്വർഗമാകേണ്ടുന്ന കുടുംബം എന്തുകൊണ്ട് സ്വർഗമാകുന്നില്ല? നിങ്ങൾ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ ചാരത്ത് വന്നിട്ട് നോക്കുമ്പോ പ്രവാചകന്റെ മുഖത്ത് 19ഓളം നരച്ച രോമങ്ങളെ കാണുകയാണ്. ആ രോമങ്ങളെ കണ്ടപ്പോ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണോ? അങ്ങയുടെ താടി രോമങ്ങൾ നരച്ചിട്ടുണ്ട്, നര മരണത്തിന്റെ ലക്ഷണമാണെന്നല്ലേ, അങ്ങ് സൂചനയാണെന്നല്ലേ പഠിപ്പിച്ചത്? അങ്ങ് ഞങ്ങളെ പിരിഞ്ഞു പോവുകയാണോ? ഹബീബായ നബി പറഞ്ഞു, ആയിഷ, ഈ ഭൂമി ആർക്കും ശാശ്വതമല്ല, ഇവിടുന്ന് എല്ലാവരും പോണ്ടി വരും, ആർക്കും ശാശ്വതമല്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, നബി, ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിയാൻ ഇത്ര പെട്ടെന്ന് പോകാൻ? ആയിഷ ബീവിക്ക് അന്ന് 19 പോലും കഴിഞ്ഞിട്ടില്ല. അത്ര ജീവിതത്തിന്റെ കൗമാരത്തിന്റെ തുടിപ്പ് തീരാത്ത പ്രായം. ഏറ്റവും സുന്ദരിയായ ആ കാലഘട്ടത്തിലെ ഒരു വനിത. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു 6-7 കൊല്ലക്കാലത്തെ ജീവിതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഫാത്തിമ, ആ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണം, നബി, നിങ്ങൾ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോവാണോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് ആയിഷ ബീവിയോട് പറയുകയാണ്, ഈ ഭൂമിയിൽ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും അത് കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നീട്ടിവെക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. എല്ലാവരും പോകേണ്ടി വരും. പക്ഷെ പ്രിയപ്പെട്ട ആയിഷ, നിനക്കൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. പ്രിയപ്പെട്ട ആയിഷ, നിനക്ക് ഏറ്റവും സുഖകരമായ സന്തോഷദായകമായ ഒരു വാർത്ത ഞാൻ പറയാം. എന്തെന്നറിയുവാൻ, നീ എന്റെ കൂടെ സ്വർഗത്തിലാണ്, നീ എന്റെ കൂടെ സ്വർഗത്തിലാണ് ആയിഷ. സ്വർഗത്തിൽ എന്റെ പ്രിയതമയായി, എന്റെ ഭാര്യയായി, എന്റെ പിന്നെന്റെ ജീവിത പങ്കാളിയായി സ്വർഗലോകത്ത് നീ എന്റെ കൂടെയുണ്ട് ആയിഷ എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ ആയിഷ കണ്ണു നിറച്ചുകൊണ്ട് ഹബീബിനോട് പറയുകയാണ്, നബിയേ, അങ്ങ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോയാൽ ആ സ്വർഗലോകത്തെ ഭാര്യയായി ചെന്നറിയാൻ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് മതി, അത് മാത്രം മതി എന്റെ ഹബീബേ. ഇനി എത്ര കാലം വൈദഗ്ധ്യത്തിന്റെ വ്യവസ്ഥകൾ ഒരു വിധവയായി ഈ ഭൂമിയിൽ കഴിയേണ്ടി വന്നാലും ശരി, ഹബീബേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിച്ചാണെന്ന സന്തോഷം മതിയെന്ന് വിളിച്ചു പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. സ്വർഗലോകത്തുള്ള സാമീപ്യമാണ് സന്തോഷപൂർവ്വം പങ്കുവെക്കപ്പെടുന്നതെന്ന് വിളിച്ചു പറയുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവെന്ന നിലയിൽ ജയിക്കേണ്ടത് ഭൂമിയിലെ സ്വർഗത്തെ അനുഭവിക്കുന്നിടത്താണ്. ഭാര്യ എന്ന നിലയിൽ ജയിക്കേണ്ടത് ഭൂമിയിലെ സ്വർഗത്തെ അനുഭവിക്കുന്നിടത്താണ്. മക്കൾ എന്ന നിലയിൽ ജയിക്കേണ്ടത് ഭൂമിയിലെ സ്വർഗത്തെ അനുഭവിക്കുന്നിടത്താണ്. അഥവാ സ്വർഗത്തിൽ പോകാവുന്ന അവരിൽ ജന്നത്തിൽ
ജനത്തിന്റെ ലക്ഷണം ജീവിതത്തിൽ കാണിക്കുക എന്നതാണ് പരമപ്രധാനം. എന്താണ് അത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്നറിയുമോ? ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിസ്ഥാനപരമായ നന്മ എന്ന് പറയുന്നത് ഭൂമിയിലെ റഹ്മത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. എന്റെ പ്രിയമുള്ളവരെ, റഹ്മത്ത്, നിഅമത്ത്, ബർക്കത്ത്, ഈ മൂന്ന് പദങ്ങളും നമ്മൾ നിരന്തരമായി കേൾക്കുന്ന പദങ്ങളാണ് അല്ലേ? നിഅമത്ത്, ബർക്കത്ത്, റഹ്മത്ത്. ഇതിലേതാ നമുക്ക് വേണ്ടത്? നിഅമത്താണോ ബർക്കത്താണോ റഹ്മത്താണോ? ഏതാ? നിങ്ങളുടെ അഭിപ്രായം പറയാം, തെറ്റിക്കോട്ടെ. നിഅമത്താണോ ബർക്കത്താണോ റഹ്മത്താണോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്? മൂന്നും വേണം. ഇത് നാദാപുരക്കാരാണ്, അപ്പൊ നിങ്ങൾ കുറക്കില്ലാന്നറിയാം. നമുക്ക് മൂന്നും വേണം, നിഅമത്തും വേണം, ബർക്കത്തും വേണം, റഹ്മത്തും വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ദുആക്ക് ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കും? നിഅമത്ത് അല്ലേ? അല്ലാഹുവേ വീട് തരണം, വാഹനം തരണം, ജോലി തരണം, വരുമാനം തരണം, സമ്പാദ്യം തരണം, കുറെ മക്കളെ തരണം. എല്ലാവർക്കും നിഅമത്തുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹിൻ തഹദു നിഅമത്തുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തെ എണ്ണിയാൽ നിങ്ങൾക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ തന്നുകൊണ്ടേയിരിക്കാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ നിഅമത്ത് കിട്ടിയ കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ അനുഗ്രഹം, നല്ല വീടുള്ള കൂട്ടർ നമ്മളാണ്. നല്ല മൊബൈല്, നല്ല കാറ്, നല്ല ജീവിതം, നല്ല വസ്ത്രം, ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് ഹാബിറ്റുള്ള, ഏറ്റവും കൂടുതൽ ചെലവഴിച്ച് വലിയ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വലിയ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമുദായമാണ്. ഏറ്റവും കൂടുതൽ ആ അർത്ഥത്തിൽ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുള്ള സമൂഹമാണ് ലോകത്തിന്. പക്ഷേ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹം രക്ഷപ്പെടണമെന്നില്ല. അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയ ജനതകൾ നമ്മുടെ മുൻകാലങ്ങളിൽ എല്ലാം ഉണ്ട്. ആയുസ് കൊണ്ട് അനുഗ്രഹം കിട്ടിയവരുണ്ട്. നമ്മളെ 5-10 ഇരട്ടിക്കാലം ജീവിച്ച ആളുകൾ മുൻകാലത്തുണ്ട്. ആയുസ്സിൽ അനുഗ്രഹം കിട്ടിയവർ, ശരീരത്തിൽ അനുഗ്രഹം കിട്ടിയവരുണ്ട്, വലിയ വലിയ ബ്ലസ്സിംഗ് കിട്ടിയവർ. ഈ തെങ്ങിന്റെ വലുപ്പമുള്ള മനുഷ്യന്മാർ മുൻകാലത്ത് ജീവിച്ചിരുന്നു. ആരോഗ്യ ഘടകന്മാരായ ആളുകൾ മുൻകാലത്തുണ്ടായിരുന്നു. വലിയ ആയുഷ്കാലം ജീവിക്കാനുള്ള 10, 60, 100, 700 വർഷക്കാലം ജീവിച്ച മനുഷ്യർ മുൻകാലത്തുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടിയവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിറയെ കോടാനുകോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നവർ ആ കാലത്തുണ്ടായിരുന്നു. ഫറോവന്മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള വരുമാനം. പിരമിഡുകളുടെ ഒക്കെ പ്രത്യേകത എന്താ? ലോകത്ത് മരിച്ചിട്ട് കിടക്കാനുള്ള സ്ഥലമാണ് പിരമിഡുകൾ. ആ പിരമിഡാണ് നൂറുകണക്കിന് ഏക്കറുകൾ വലുപ്പമുള്ള വിശാലമായ ക്യാൻവാസിൽ അത്ഭുതം പോലെ ഇന്നും ഈജിപ്തിലെ ഏറ്റവും വലിയ ഒരു ഹിസ്റ്ററിക് പോയിന്റായി ആ പിരമിഡുകൾ കാണാൻ ലോകത്തെമ്പാടുള്ള മനുഷ്യർ പോകുന്നത്. അത് വീടല്ല, മരിച്ചിട്ട് കിടക്കാനുള്ള റൂമാണ്. ഒരു പിരമിഡിനുള്ളിൽ ഉണ്ടാകുക ഇങ്ങനെ ഈ സ്തൂപങ്ങൾ കിടക്കുന്ന അത്രത്തോളം വിശാലമായ ഒരു പ്രവിശ്യയിൽ അത്ര വലിയ ഒരു വ്യാപകമായി കിടക്കുന്ന ഒരു പ്രത്യേകമായ ഈ സ്തൂപത്തിൽ, ഈ പിരമിഡിന്റെ ഉള്ളിൽ 2 റൂമുണ്ടാകും. ആ 2 റൂം വലിയ ചരിത്രമാണ്. ഈ 2 റൂമിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉള്ളിൽ എത്തുന്ന സമയത്ത് ഒരു റൂം കാണും. അതിന് നേരെ എതിർവശത്ത് മറ്റൊരു റൂമും കാണും. ഈ 2 റൂമും ഉള്ളിലാണ്. ഇതിലേക്കുള്ള പ്രത്യേകത, കയറാനുള്ള വഴിനേക്കാൾ കടുപ്പായിരിക്കും ഇറങ്ങാനുള്ള വഴി. ഇനി കയറാനുള്ള വഴി ഒരു ഭാഗത്ത് പ്രയാസങ്ങൾ വരുന്നത്. അങ്ങനെ സ്ഥിരമായി ഒരാൾക്ക് കയറി ഇറങ്ങി പോരാനൊന്നും പറ്റില്ല. ഈ 2 റൂമുകൾ അവരുടെ വിശ്വാസപ്രകാരം എന്തായിരുന്നു അറിയുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമാണ് ഒരു റൂം. അത് ഇത്തരത്തിലുള്ള ഒരു ഡമ്മിയെ പോലെ കൊണ്ടുപോയി കിടത്തി അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക അർത്ഥത്തിൽ അതിൽ നശിച്ചു പോകാതിരിക്കാനുള്ള എല്ലാ സങ്കേതങ്ങളും ചെയ്ത് ഒരു റൂമിൽ കൊണ്ടുപോയി മയ്യത്ത് വെക്കും. പിന്നെ തൊട്ടിപ്പുറത്തെ റൂം എന്തിനാണ്? അതില് നാണയങ്ങൾ, വലിയ വലിയ സ്വർണങ്ങൾ, രത്നങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, പലഹാരങ്ങൾ, വിഭവങ്ങൾ, ഇതൊക്കെ ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കും. അതിനാണ് ഇപ്പുറത്തെ റൂം. എന്തിനാന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവരുത് എന്നുള്ള നിലക്കാണ് ഇപ്പുറത്തെ ഈ സാധനങ്ങളെ കൊണ്ടുപോയി വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കുടുങ്ങിയാൽ താഴെ വന്ന ആൾക്കാരോട് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. ഭക്ഷണവും സാധനമൊക്കെ ഇപ്പുറത്ത് ഉണ്ടാവണം, സ്വർണവും പലഹാരമൊക്കെ ഇപ്പുറത്ത് ഉണ്ടാവണം. അതാണ് അവരുടെ വിശ്വാസം. അപ്പൊ മരിച്ച ആൾക്ക് അപ്പുറത്ത് കിടക്കാനും അയാൾക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പുറത്തും വെച്ച് പോരുക എന്നുള്ളതാണ് പിരമിഡ്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായ ആളുകൾ അവരുടെ മരണശേഷം ജീവിക്കുന്നതിന് വേണ്ടി, അവരുടെ ശവശരീരം കൊണ്ടുപോയി വെക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള പിരമിഡുകളാണ്. അത്ര കോടീശ്വരന്മാരാണ്.
അത്ര കോടീശ്വരന്മാരെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ എല്ലാ മനുഷ്യനും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത നിഅമത്തുകൾ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. ഒന്ന് റഹ്മത്താണ്, മറ്റൊന്ന് ബർക്കത്താണ്. രണ്ടും നമ്മൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വീടുണ്ട്, കിടന്നിറങ്ങാൻ സമാധാനമില്ല. വലിയ കാറുണ്ട്, സ്വൈര്യമില്ല, സമാധാനമില്ല. 10 കുട്ടികളുണ്ട്, ഒരാളും നോക്കണില്ല. നല്ല തടിയുണ്ട്, പക്ഷെ ചപ്പാത്തി വരെ ഒരു എണ്ണയിട്ട ചപ്പാത്തി വരെ തിന്നാനുള്ള യോഗം ഇല്ല. എല്ലാം ഉണ്ട്, ഞാപത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ബർക്കത്ത് എന്ന് പറയുന്നത് ലെവലേശമില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, 10 കുട്ടികളുള്ള ഒരു ഉമ്മ അനുഗ്രഹിക്കപ്പെട്ട ഉമ്മയാണ്. പക്ഷെ ആ ഉമ്മയെ 10 കുട്ടികളിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ വന്നാൽ മക്കളിലെ ബർക്കത്ത് കിട്ടാതെ പോയ ഉമ്മയാണ്. കണ്ണൂരിൽ വെച്ച് 10 കുട്ടികളുടെ ഉമ്മ തെരുവിൽ കിടന്ന് അനാഥമായി കിടക്കുമ്പോ എടുത്തുകൊണ്ടുപോയി നിയമപാലകർ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാറി മാറി തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഉമ്മയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആരും കൊണ്ടുപോകാതെ അവർ നിരസിച്ചപ്പോ വൈകുന്നേരമാകുമ്പോ ഒരു മകൻ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം, നിങ്ങൾ ഉമ്മയെ കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചാൽ അതിന്റെ മാസത്തിലുള്ള ചെലവ് ഞങ്ങൾ കൊടുക്കാൻ സന്നദ്ധരാണ്. മാസത്തിലെ ചെലവ് ഞങ്ങൾ കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ വിശാലത. മാതാപിതാക്കളെ നോക്കാൻ കഴിയില്ല. 10 കുട്ടികളെ പെറുന്ന ഒരു പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ വലിയ മനസ്സെന്ന് ആലോചിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒന്ന് ഉപകരിക്കും എന്ന് ഏതൊരാളും വിചാരിക്കില്ലേ. നമ്മൾ ഒരു 2 കുട്ടികളുടെ നമ്മളെന്താ പറയാ, അടുത്ത കുട്ടി ഇൻഷാ അല്ലാഹ് അത് ഉപകാരപ്പെടും. 5 എണ്ണത്തിൽ ഒന്നിനെ മര്യാദ ഉണ്ടാവില്ലേ നമ്മൾ പറയില്ലേ. 10 എണ്ണം ഉണ്ടായിട്ട് ഒരാൾ പോലും തന്റെ ഉമ്മയോട് അവസാന കാലത്ത് തന്റെ മക്കളുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടന്നിറങ്ങി മരിക്കണമെന്ന് കൊതിക്കുന്ന ഉമ്മ, ആ ഉമ്മക്ക് കൂടെ കഴിയാൻ തന്റെ മക്കളിൽ ഒരാൾ കൂട്ടിക്കൊണ്ടുപോകാൻ സന്നദ്ധമല്ല എന്ന് വിളിച്ചു പറയുന്ന സ്ഥിതിവിശേഷം വന്നാൽ മക്കളെന്ന് നിയമത്തുണ്ട്, പക്ഷെ മക്കളിൽ ബർക്കത്തില്ല, അനുഗ്രഹമില്ല. സമ്പത്തുണ്ട്, സമ്പത്തിൽ ബർക്കത്തില്ല. അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുകയാണ്, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരാനുണ്ട്. അവർ അല്ലാഹുവിന്റെ ദീന് പറയുന്നവരിൽ നിന്ന് ഓടി നടക്കുന്നവരാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഫിഖിൽ നിന്ന് ഇൽമിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനെ പറയുന്നവരിൽ നിന്നല്ല അകലത്തിലേക്ക് ഓടിപ്പോകുന്നവരാണ്. ദീനീബോധമുള്ളവരുടെ എണ്ണം കുറയും, അല്ലാഹുവിനെ പണ്ട് പറയുന്നവരുടെ എണ്ണം കുറയും, പരിശുദ്ധ ദീനിന്റെ തനിമ ജീവിതത്തിൽ പകർത്തുന്നവരുടെ എണ്ണം കുറയുന്ന ഒരു കാലം വരുന്നത്. فسيبتليهم الله بثلاث بليات. അങ്ങനെ അല്ലാഹു എന്ന ബോധത്തിൽ നിന്ന് ദൂരത്താകുന്ന ഒരു കാലം വന്നാൽ അവർ 3 പരീക്ഷണങ്ങൾ കൊണ്ട് പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. فسيبتليهم الله بثلاث بليات. 3 കാര്യങ്ങൾ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടും. ഒന്നാമത്തേത് ദുർഫഉൽ ബറകത്ത് മിൻ കസ്ബിഹിം. അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന സംഗതികളിലെ കസ്ബിലെ ആ ബർക്കത്തിനെ അല്ലാഹു ഉയർത്തിക്കളയും. ഒന്നാമത്തെ പരീക്ഷണം അതാണ്. നമ്മളൊക്കെ ചെയ്യും, നേരം എടുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കാം, അതിന്റെ ബർക്കത്ത് കിട്ടൂല. രണ്ടാമത്തത് ഈ വയുസല്ലിതുല്ലാഹു അലൈഹി സുൽത്താനൻ ളൈമാ. അക്രമിയായ ഭരണാധികാരി നിങ്ങളുടെ അധികാരം ഏറ്റെടുക്കും. രണ്ടാമത്തെ പരീക്ഷണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ വെറുപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഭരണാധികാരികളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ഈ ഇസ്ലാമികമായ ഈ വലിയ പരിശ്രമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണം. ഒരു സംഘടനകൾ സമീപിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ രണ്ടാമത്തെ പരീക്ഷണം, അല്ലാഹു അവരുടെ മേൽ ഏറ്റവും അക്രമകാരികളായ ഭരണാധികാരികളുടെ അധികാരം നൽകും. തടി കിടന്നിട്ട് അതിന്റെ താഴെ കിടന്നിട്ട് വീർപ്പ് കിട്ടും. മൂന്നാമത്തെ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഈമാൻ ഇല്ലാത്തവരായി മരിക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനില്ലാതെ
മരിച്ചു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ബർക്കത്തിനെ ഉയർത്തപ്പെടും. ഇഷ്ടമില്ലാത്തവർ കൈകാര്യകർത്താക്കളായി വരും. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നല്ല സ്നേഹനിധിയായി വളർത്തിക്കൊണ്ടുവന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പൊന്നുമോൾ ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ചങ്ങാതിയുടെ കൂടെ ഓടി ഇറങ്ങി ഒളിച്ചു പോകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണാം. നൂറുകണക്കിന് സംഭവ വികാസങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുകയാണ്. അവരുടെ ജ്യേഷ്ഠകാല ജീവിതം അള്ളാഹുവില്ല, ദീനില്ല, ഇസ്ലാമികമായ ചിഹ്നങ്ങളില്ല, സംസ്കാരമില്ല, ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഉമ്മത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങൾ വന്നുപെടുന്ന സമയത്ത് ബർക്കത്തുകൾ ഉയർത്തപ്പെടുകയും നിഅമത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ വരും. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു നൽകിയ റഹ്മത്തുകളെ കുറിച്ചുള്ള ബോധമുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾ ഒരു വലിയ റഹ്മത്താണ്. മാതാപിതാക്കൾ വലിയ റഹ്മത്താണ്. ഭാര്യ ഒരു വലിയ റഹ്മത്താണ്. ഉമ്മ ഒരു നല്ല റഹ്മത്താണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഒരു വലിയ റഹ്മത്താണ്. ഈ ഭൂമിയിൽ ബർക്കത്തും ഉള്ള നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണ്. ഒരു നിഅമത്തിലെ ബർക്കത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയ റഹ്മത്താണ്. അത് വലിയ അനുഗ്രഹമാണ്. വീടുണ്ട്, വീട്ടിലെ സമാധാനമുണ്ട്, എന്നാൽ അത് വലിയ റഹ്മത്താണ്. മക്കളുണ്ട്, മക്കളൊക്കെ നല്ല സ്വഭാവമുണ്ട്, അത് വലിയ റഹ്മത്താണ്. സൗന്ദര്യമുണ്ട്, ഒപ്പം ഈമാനുണ്ട്, അതൊരു വലിയ റഹ്മത്താണ്. ആ റഹ്മത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരമപ്രധാനമാണ്. ഒരാളുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നിഅമത്തിൽ ബർക്കത്തും കൂടെ കിട്ടിയാൽ ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത റഹ്മത്തായി നിലനിൽക്കും. ഇന്ന് ആ റഹ്മത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് ഏതാ? ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന റഹ്മത്ത് ഏതാ? മഴ. മഴ ഭൂമിയിൽ ഏറ്റവും വലിയ റഹ്മത്താണ്. ആണോ ഇല്ലേ? ആണ്. ഈ റഹ്മത്തിന് വേണ്ടിയിട്ടാണ് നാടായ നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. ചൂട് കൊണ്ട് പൊടിയാൻ. അപ്പൊ മഴ എന്നത് അള്ളാഹുവിന്റെ വലിയ റഹ്മത്തായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയൊരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ. ഏപ്രിൽ മാസത്തിൽ പൊതുവെ മഴ ഉണ്ടാവാറില്ല, നല്ല വെയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വെയിലത്ത് നിങ്ങൾ ഇതുപോലെ വലിയൊരു പരിപാടി നടത്തുകയാണ്, കല്യാണ പരിപാടി നടത്തുകയാണ്. ആ സമയത്ത് നിങ്ങളൊരു ഈ തോരാപ്പന്തലൊന്നുമല്ല, തുണിപ്പന്തലിട്ടിട്ട് തൽക്കാലം, കാരണം വെയിലാണല്ലോ, മഴ ഉണ്ടാവില്ല, ഒരു തുണിപ്പന്തലിട്ടിട്ട് നിങ്ങളൊരു കല്യാണം ഇങ്ങനെ നടത്തുകയെന്ന് വിചാരിക്കുക. ആ കല്യാണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ ആ അർത്ഥത്തിൽ നിങ്ങൾ അതിനുള്ളിൽ താമസിക്കുമ്പോ അല്ലെങ്കിൽ അതിനുള്ളിൽ കഴിയുമ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ജസ്റ്റ് ഒരു രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മഴയുടെ ഒരു നേർത്ത തരിമ്പ് പോലും പ്രതീക്ഷിക്കപ്പെടാത്തൊരു സമയത്ത് അവിടെ മഴ ഉണ്ടാവുകയാണ്. നിങ്ങൾ ആലോചിച്ച മഴ പെയ്യണം. അപ്പൊ ചെറുതായി മഴ ഇങ്ങനെ തുള്ളി തുള്ളി ഇറ്റാൻ, ആ തുള്ളി തുള്ളി ഇറ്റുന്ന സമയത്ത് നിങ്ങളുടെയും എന്റെയൊക്കെ മനസ്സിൽ ഒരു ആശങ്ക കയറി വരും. കാരണം എന്താ? ഇത് കല്യാണമാണ്, തുണിപ്പന്തലേ ഉള്ളൂ, മഴ പെയ്താൽ വലിയ പ്രയാസമാണ്. പക്ഷെ ആ മഴത്തുള്ളി ഒരു ചാറ്റൽ തുള്ളിയായി ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുമ്പോ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കൂലേ? ആ സമയത്ത് വീട്ടിലെ പ്രായമായ വല്യമ്മമാര്, വല്യപ്പമാര്, കാരണവന്മാരൊക്കെ പറഞ്ഞൊരു വർത്താനം എന്തായാലും സാരില്ല, ഇത് അള്ളാന്റെ റഹ്മത്താണ്. അപ്പൊ ഇതോട്ടെ സാരില്ല, കല്യാണം അള്ളാന്റെ റഹ്മത്താണ്, ആകാശത്തുള്ളവര് നമ്മളോടൊപ്പം കൂടുതൽ, അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്താണ്, ചെറുതായിട്ട് പെയ്തോണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സമാധാനത്തിലാണ്, കല്യാണത്തിന് മുമ്പിലും കൂടെ ഈ മേലെയുള്ളവരും കൂടെ കൂടുകയാണ്. അപ്പൊ അള്ളാന്റെ റഹ്മത്താണ് പെയ്യൻ. മഴ പെയ്തു, ഒരര മണിക്കൂർ നിർത്താതെ പെയ്തു. നിങ്ങളുടെ ഈ തുണിപ്പന്തൽ മുഴുവൻ വെള്ളം കെട്ടി നിന്ന് അത് പൊട്ടി വീഴാൻ തുടങ്ങി. അവിടെ മഴ കൊണ്ട് ആ കല്യാണമൊക്കെ അങ്ങനെ പെരങ്ങാൻ അദ്വം ഒരു വല്ലാത്തൊരു പ്രയാസത്തിലാകാൻ തുടങ്ങി. ആ സമയത്ത് മഴ കനക്കുന്നു, ശക്തിപ്പെടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? ആദ്യം കാരണവരല്ല വല്യപ്പന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് പറയുന്നില്ല, അള്ളാന്റെ റഹ്മത്ത് നിൽക്കണ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, പെയ്യല്ലേ, അള്ളാന്റെ റഹ്മത്ത് നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. വലിയ പരിഭവത്തോടെ നമ്മൾ പറയും. അവ എല്ലാവരും പറഞ്ഞു പടച്ചോനെ. അവ രണ്ടാമത് വല്യമ്മ പറയുന്ന മറുപടി തരും, പടച്ചോനെ ഇതെന്തൊരു പരീക്ഷണമാണ്. ഇതെന്തൊരു പരീക്ഷണമാണ്, കല്യാണല്ലേ ഇങ്ങനെ മഴ പെയ്യിച്ചാൽ എന്തൊരു പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അരമണിക്കൂർ മുമ്പ് ഈ മഴ എന്തായിരുന്നു? റഹ്മത്ത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ബലാദ്, പരീക്ഷണം. ആ പരീക്ഷണം കഴിഞ്ഞിട്ട് എന്നിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, പിന്നെയും മഴ പെയ്യാൻ. പന്തലൊക്കെ പൊടിഞ്ഞു വീണ് അവിടെ കല്യാണത്തിന് വന്ന ആൾക്കാരെ
ആൾക്കാരൊക്കെ മടങ്ങിപ്പോയി, വണ്ടി നിർത്താൻ പറ്റാതായി, അവർ വരാൻ പറ്റാതായി, പലരും മടങ്ങിപ്പോയി, കല്യാണമാകെ വശമായി, ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ബാക്കിയായി. വൈകുന്നേരം പുതിയാപ്പിളൊക്കെ എന്നെ പോയത് മണവാട്ടി കൊണ്ടുവന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ കല്യാണം വശളായി, ഒന്നും നടന്നില്ല, ആകെ ഒരു പ്രയാസത്തിലായി. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നിങ്ങളിങ്ങനെ നാദാപുരത്തിങ്ങനെ ആൾക്കാരിങ്ങനെ കൂടിയപ്പോൾ ഈ കല്യാണത്തിന്റെ കഥ ഇങ്ങനെ പറയുന്നു. അന്ന് മഴയില്ല, നല്ല വെയില. അപ്പൊ നിങ്ങൾ പറയും, പഠിച്ചോനെ ഇന്നലെ എന്തോ ഒരു മുസീബത്താട്ടം ബന്ധപ്പെട്ട പോലെ ഉണ്ടായിരുന്നു, ഇന്നലെ എന്തൊരു ശാപമാനം വന്നിറങ്ങിയ പോലെ ആയിരുന്നു ഇന്നലത്തെ അവസ്ഥ, എന്തോ ഒരു മുസീബത്താട്ടം ബന്ധപ്പെട്ട പോലെ ഉണ്ടായിരുന്നു. ഇന്ന് മഴയില്ലല്ലോ, ഇന്നലെ മഴ ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മഴ അള്ളാന്റെ റഹ്മത്താണ്. അത് പെയ്യേണ്ട സമയത്ത് പെയ്താൽ അത് റഹ്മത്താണ്, പിടുത്തം വിട്ടാൽ അത് ബലാഅാണ്, അവിടുന്ന് പിടുത്തം വിട്ടാൽ അത് മുസീബത്ത്. ഇതന്നെയാണ് നമ്മുടെ ജീവിതം. മക്കള് റഹ്മത്താണ്. മക്കളെ കോലത്തിലല്ല വളരുന്നതെങ്കിൽ അത് പരീക്ഷണമാണ്, അവിടുന്ന് പിടുത്തം വിട്ടാൽ അത് മുസീബത്താണ്. ഭാര്യ റഹ്മത്താണ്, പക്ഷെ ഭാര്യ ദീനുള്ളവരല്ലെങ്കിൽ അത് പരീക്ഷണം കൊണ്ടുനടക്കാനാവില്ല. ഭാര്യ പറയിപ്പിക്കാൻ തുടങ്ങിയാൽ അത് വലിയ മുസീബത്താണ്. ഉമ്മ ഉപ്പ ഒരു റഹ്മത്താണ്, പക്ഷെ മാതാപിതാക്കളെ പണി പോലെ എടുക്കുന്നില്ലെങ്കിൽ അതൊരു പരീക്ഷണമാണ്. ഒരു വാപ്പന്മാരുടെ നിലക്കുള്ള നിലവാരം ഇല്ലെങ്കിൽ അതൊരു വലിയ മുസീബത്താണ്. ഇന്ന് പല റഹ്മത്തുകളും നമുക്ക് ഒന്നുകിൽ ബലാഅാണ്, അല്ലെങ്കിൽ മുസീബത്താണ്. ഇത് വ്യാപകമായി സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ എത്ര രക്ഷിതാക്കളുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു. ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ എന്റെ ഒരു ദിവസം പാതിരാത്രിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. കോടീശ്വരനാണ്. അതിനെ വിചാരിച്ചാൽ ഒരു കിലോമീറ്ററുകളോളം വരുന്ന ഒരു പ്രദേശം മുഴുവൻ വിലക്കെടുക്കാനുള്ള പണം അല്ലാഹു കൊടുത്തിട്ടുള്ള വലിയ സമ്പന്നനാണ്, അത്രയും സമ്പന്നനാണ്. ആ മനുഷ്യനൊരു പാതിരാത്രി ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, സാഹിബ് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പരിപാടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ദ്വാ ചെയ്യണം. ഞാൻ നിങ്ങൾ പാതിരാത്രിയിൽ വിളിച്ചിട്ട് എന്തിനാ ദ്വാരക്കാൻ പറയുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ദ്വാരയിൽ ഉൾപ്പെടുത്തണം, എന്റെ മോന്റെ ഷെറിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് ദ്വാരക്കേണ്ടത്. എന്റെ മോന്റെ ഷെറിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ദ്വാരക്കണം. നിങ്ങൾ നാലിച്ച് കൂടെ അർത്ഥമുള്ള ആൾക്കാരറിയാം, മാതാപിതാക്കൾ ആളുകളോട് എനിക്കൊന്ന് വിശദീകരിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ പദം അറിയാം. മക്കളെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മക്കള് മരിച്ചോ, ആ മോനൊന്നും ഇല്ലാതാവണം. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്, നിങ്ങളെ മോൻ മരിക്കാൻ എന്നോട് ദ്വാരക്കാണ്. അയാൾ പറഞ്ഞു, വേറെ നിർവാഹം എനിക്കില്ല. അയാൾ മഹലിന്റെ ഭാരവാഹിയാണ്, വലിയ സാമൂഹ്യ പ്രവർത്തകൻ, വലിയ നേതാവാണ്. എന്റെ മകൻ മദ്യപിച്ച് മതോന്മത്തനായി ലക്ക് കെട്ട് രാത്രിയുടെ നിശബ്ദതയിൽ വീട്ടിൽ കയറി വന്ന് അവന്റെ ഉമ്മയെ കയറി തല്ലുന്നത് ഞാൻ കണ്ടുകൊണ്ട് കാണേണ്ടി വരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മകൻ എനിക്കുണ്ട് എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ അതിപ്പഴം ഞാൻ ജീവിക്കുന്നതിൽ പിന്നെ ഒരു വിലയില്ല, ഒരു പ്രസക്തിയില്ല. അത് ഒന്നെങ്കിൽ അവൻ നിലകളിൽ ഞാൻ രണ്ടാളും കൂടി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എന്റെ മോൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകലാണ് എനിക്ക് ഹൈർ. അവൻ മദ്യപിക്കുന്നു, അവൻ തോന്നിവാസങ്ങൾക്ക് അടിമയാണ്, അവൻ ഹറാമുകളുടെ പുറകെയാണ്. ആലോചിച്ചു, എത്ര രക്ഷിതാക്കളുണ്ട് നെഞ്ചത്തെ വെച്ച് ആലോചിച്ചു നോക്കുക. അവനാന്റെ മക്കളെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത എത്ര രക്ഷിതാക്കളുണ്ട്. എത്ര ആളുകളായി സങ്കടത്തോടെ പറയുന്നത്, അല്ലാഹുവേ എന്റെ മക്കള് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, പ്രതീക്ഷിച്ചതുപോലെയല്ല, പ്രാർത്ഥിച്ചതുപോലെയല്ല, കൊതിച്ചതുപോലെയല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എന്ന് വേവലാതിപ്പെട്ട് വിലപിക്കുന്ന പൊട്ടിക്കറിയുന്ന എത്ര പേര് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ സംഭവങ്ങൾ പരീക്ഷണങ്ങളും മുസീബത്തുകളും വളർന്ന കുടുംബങ്ങളുടെ അംഗങ്ങൾ, മക്കളും മാതാപിതാക്കളും പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ അനുഭവങ്ങൾ. അടുത്ത കാലത്ത് ദുബൈയിൽ ഒരു യാത്രക്കിടയിൽ ഒരു കുടുംബം കാണണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുകയും അവര് ഒരു ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ നിൽക്കുന്ന സമയത്ത് ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയും ഭാര്യയും ഭർത്താവും കൂടി മലപ്പുറത്തുകാരാണ്, വലിയ നല്ല തറവാട്ടിൽ പറഞ്ഞവരാണ്, നല്ല ജോലിക്കാരാണ്, അവിടുത്തെ നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. ഇവർ രണ്ടാളും കൂടെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വരും. ഞാൻ ഇവരോട് ഇന്ന് സംസാരിക്കുമ്പോൾ ഇവർ രണ്ടാളും കാര്യം പറയുന്നില്ല, വേറെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചു, സംഗതികളൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്, പറയൂ. അപ്പൊ ഇവർ രണ്ടുപേരും പറയാതായപ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നെ കുറച്ചങ്ങോട്ട് ഞാൻ പിന്നെ ചുറ്റും ശരിക്കും എന്നെ കാണാമെന്നതിന് കാരണം പറയുമെന്ന് വെച്ചപ്പോ ഈ സ്ത്രീ ഒരൊറ്റ പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഈ ഭർത്താവ് അയാളും കണ്ണ നിറച്ചിരിക്കുന്ന തുറക്കാൻ തുടങ്ങി. അപ്പോഴത്തെ സ്ത്രീ കരഞ്ഞോണ്ട് റൂമിന് പുറത്തേക്ക് ഓടി. അപ്പൊ ഈ പുരുഷൻ അവിടെ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് 4 കൊല്ലമായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 4 കൊല്ലമായി ഞങ്ങളെ നാട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനാണ് നിങ്ങളെ ഭാര്യ ഇങ്ങനെ കരയുന്നത്? അവർ പറഞ്ഞു, അല്ല,
ഞങ്ങൾ പോകാത്തതിന് കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടും ഇല്ല. ഒരാൾ ഗവൺമെന്റ് ജോലിയാണ്, മറ്റേ സ്ത്രീ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയാണ്, രണ്ടാൾക്കും നല്ല ശമ്പളമുണ്ട്, നല്ല വരുമാനമുണ്ട്. പിന്നെ നിങ്ങൾ നാട്ടിൽ പോകാത്തത്? അവർ പറഞ്ഞു പോകാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ പോകാൻ ഞങ്ങളെ മനസ്സനുവദിക്കുന്നില്ല. ടിക്കറ്റ് ഒക്കെ കൊല്ലത്തിൽ ഞങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട്, പക്ഷെ പോകാൻ ഞങ്ങളെ മനസ്സ് വിടുന്നില്ല. എന്താണ് ഉണ്ടാകാൻ കാരണം? അപ്പോഴാണ് അച്ഛൻ ആ മനുഷ്യൻ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ്, വെള്ളിയാഴ്ച മാത്രമേ ഞങ്ങൾക്ക് ലീവ് ഉണ്ടാകും. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടി പർച്ചേസിന് വേണ്ടി പുറത്തേക്ക് പോകും. പിന്നെ രാത്രിയാണ് തിരിച്ചു വരിക. ഒരു വെള്ളിയാഴ്ച പർച്ചേസിന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും ടൗണിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ നമുക്കറിയാം ഗൾഫിലൊക്കെ ഉള്ള സാഹചര്യം, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾ ഉള്ളിന്നും പൂട്ടും പുറത്തുനിന്നും പൂട്ടും, രണ്ടിടത്തും താക്കോലുണ്ടാകും. അപ്പോൾ രണ്ടാൾക്കും പുറത്തുനിന്നും തുറക്കും, ഉള്ളിന്നും തുറക്കും. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ രണ്ടാളും കൂടെ പർച്ചേസിന് പോയി വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത്. ഒന്ന് +1 പഠിക്കുന്ന ഒരു മോൾ, ഒരു +1 പഠിക്കുന്ന ഒരു മകള്, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു മോന്, രണ്ടാളാണ്. ഈ രണ്ട് കുട്ടികളും വീട്ടിലാക്കിയിട്ടാണ് പോണത്. രാത്രി ഇവരോട് വരാൻ കഴിയാൻ കുറച്ച് പാതിരിയായി. ഇവര് വന്നത് 10-11 മണിക്കാണ്. ഇവര് വന്ന് കതക് മുട്ടിയപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കതക് തുറക്കാൻ ഇവരുടെ കയ്യിൽ താക്കോലെടുത്ത് കതക് തുറന്ന് ഇവർ വീട്ടിനുള്ളിലേക്ക് കയറാൻ. മക്കളൊക്കെ ഉറങ്ങിണ്ടാവും, വിളിക്കേണ്ട, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് കയറാൻ. ആദ്യം കയറുന്നത് ഈ സ്ത്രീയാണ്. സ്ത്രീ ഉള്ളിൽ കയറി ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കയറുന്നത് ഈ വാപ്പയാണ്, ഈ കുട്ടികളുടെ ഉപ്പ. അവര് മുന്നിൽ കയറിയിട്ട് അതേ രൂപത്തിൽ ഓടി പുറത്തിറങ്ങി. രണ്ടാൾക്കും കുറച്ച് വിവരമുള്ളതുകൊണ്ട് അവർ ഓടി പുറത്തിറങ്ങി വാതിലടച്ച് പൂട്ടിയിട്ട് ഇവര് പുറത്തുനിന്ന് ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. മുട്ടി മക്കളെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ മക്കള് വന്നു, വാതിൽ തുറന്നു. കുട്ടികൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവരുള്ളിൽ കയറി. ഈ മനുഷ്യൻ ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഒരു വാപ്പ എന്ന നിലക്ക് എനിക്കത് പറയാൻ കഴിയില്ല, ഒരു ഉമ്മ എന്ന നിലക്ക് എൻ്റെ ഭാര്യയ്ക്കും പറയാൻ കഴിയില്ല. ഞങ്ങൾ രണ്ട് കുട്ടികളെ ഞങ്ങൾ കണ്ടത് ആ ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ രണ്ട് മക്കളെ ഞങ്ങൾ കണ്ടത് അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. പൊറുക്കാനാവാത്ത, മറക്കാനാവാത്ത തനി പൈശാചികതയുടെ, വൃത്തികേടുകളുടെ, ഒരിക്കലും ഒരു മൃഗങ്ങൾ പോലും നാണിക്കുന്ന ചുറ്റുപാടിൽ ഞങ്ങളെ മക്കളെ കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. പിന്നെ മക്കളെ ഞങ്ങൾ കണ്ടു എന്ന് അറിയരുത് എന്നതുകൊണ്ടാണ് ഓടി പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ കഥകടച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രയാസത്തോടെ കാത്തിരിക്കുകയാണ്. നാട്ടിൽ പോയാൽ ഈ മക്കൾ ഈ ദുശീലം, ഈ വൃത്തികേടുകൾ, ഇത്തരം ഒരു മോശത്തരം എങ്ങനെയെങ്കിലും ഒക്കെ സമൂഹം അറിഞ്ഞാൽ വാപ്പക്കും കുടുംബത്തിനും എല്ലാ തലമുറക്കും നല്ല പേരും പെരുമയുമുള്ള ഞങ്ങളുടെ നാടും കുടുംബത്തിലും മുഴുവൻ ഞങ്ങൾ നാടും ഞങ്ങൾ മോശക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ പോകാറില്ല. സുഖമില്ലാത്ത ഉമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല, പോകാൻ ഞങ്ങളെ മനസ്സനുവദിച്ചിട്ടില്ല. കാരണം മക്കളെ പഠിച്ചിട്ട് ഈ ദുരന്തം ഞങ്ങൾ 3 കൊല്ലക്കാലം 3.5 കൊല്ലമായി ഒരു മകളൂരിനോട് പറയാതെ ഞങ്ങൾ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചിരിക്കുകയാണ്. ആരോടാ പറയും? ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ എന്റെ മകന്റെ ഭാവി എന്താ? അതുകൊണ്ട് രക്ഷയില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊന്ന് ഇടപെടൂ, മക്കളോടൊന്ന് സംസാരിക്കും. ജീവിതത്തിൽ കേട്ടതിൽ കണ്ടതിൽ സഹിക്കാനാവാത്തൊരു ഒരുപക്ഷെ സമുദായം ജാഗിരിയ കാലഘട്ടത്തിനെ പോലും നാണിപ്പിക്കുന്ന ഒരു പ്രവണത. ഈ മക്കളെ വിളിച്ച് പിറ്റേ ദിവസം ഞാൻ സംസാരിച്ചു, കുറേ നേരം സംസാരിച്ച കുട്ടികൾ നല്ല സ്മാർട്ടാണ്, നല്ല ഇന്റലിജന്റ് ആണ്, നല്ല ബ്രൈറ്റായ ബുദ്ധിയുള്ള കുട്ടികളാണ്. പക്ഷെ ഇവർ എത്രയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവസാനം ഞാൻ കുറേ നേരം സംസാരിച്ചിട്ട് ഈ മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, സർ at any cost we will have to marry someone, so why can't we think of our brother itself for marriage? അല്ല, നമ്മൾ എന്തായാലും ഒരാളെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെയെങ്കിൽ സ്വന്തം ആങ്ങളെ കല്യാണം കഴിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ സമുദായത്തിലെ പുതിയ വളരുന്ന ഒറീസയിലോ ഗുജറാത്തിലോ ആസാമിലോ ബീഹാറിലോ അല്ല, എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, നമ്മുടേതെന്ന് നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ സമൂഹത്തിലെ വർത്തമാന രംഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. ഇത്ര അപകടകരമായ മുസീബത്തുകളെ പോലെ അവരെക്കാൾ നാണിപ്പിക്കുന്ന അസ്വസ്ഥകരമായ സാഹചര്യത്തിലേക്ക് എന്റെ നിങ്ങളുടെയും മക്കൾ മാറുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ, മദ്യപിച്ച് ലക്ഷ്യപ്പെട്ട് മതോന്മത്തരായ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, ലഹരിക്കടിമപ്പെടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം വർദ്ധിക്കുമ്പോൾ, എത്രയെത്ര കേസുകളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടുകളിൽ മലബാറിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കഞ്ചാവ് സംബന്ധമായ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ 80% മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും പോലും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അർത്ഥത്തിൽ നമ്മുടെ സമുദായത്തിലെ
കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട പ്രിയപ്പെട്ട മക്കൾ, അവർ നിഅമത്തായി റഹ്മത്തായി ബർക്കത്തായി നിലനിൽക്കേണ്ടതിന് പകരം അവർ മുസീബത്തും ബലാവുമായി മാറുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ബോധം വെച്ചില്ലെങ്കിൽ ഇതൊന്നും എന്റെ വീട്ടിൽ നടക്കൂല, ഇതൊന്നും എന്റെ മക്കൾ അങ്ങനെ ആവില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു രക്ഷിതാവിന് അണ്ണന്റെ മക്കളെ പറ്റി കുറ്റം പറയുന്ന ഇഷ്ടം തന്നില്ല. പക്ഷേ നമ്മളൊക്കെ ഒരു ദിവസം കണ്ണു തുറന്ന് കാണേണ്ടി വരും ഈ ദുരന്തം. അന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന കുടുംബ സാഹചര്യങ്ങള്, മാതാപിതാക്കളോട് കൂടില്ലാത്ത നീതിപരമായ പ്രതിബദ്ധതയില്ലാത്ത, അള്ളാഹു എന്ന ബോധമില്ലാത്ത കുട്ടികൾ സമൂഹത്തിൽ വളർന്നു വരിക ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന പ്രതിഭാസമാണ്. പ്രിയമുള്ളവരെ, ഒരു സമുദായത്തിന്റെ ചിത്രം, ഒരു ഉമ്മത്തിന്റെ ബാധ്യനായ നിലയെ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട അള്ളാഹുവിന്റെ മുന്നിൽ വളരെ കാര്യഗൗരവത്തോടെ കാണേണ്ടുന്ന നന്മയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കളെ പോലെ അവരുടെ മക്കളെ നന്നാവുക, അള്ളാഹുവിനെ പ്രിയപ്പെട്ടതാവുക, പരസ്പരം പൊരുത്തപ്പെടുന്നതാവുക, ഇഹലോകത്തും പരലോകത്തും സന്തോഷപൂർവ്വം പങ്കുവെക്കാൻ കഴിയുന്ന അഭിമാന സ്തംഭങ്ങളായി തന്റെ കുഞ്ഞുങ്ങളെ മാറുക. ആ മഹാ സൗഭാഗ്യമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധക വിജയമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി. നല്ല മക്കളുണ്ടാവലാണ്, മക്കൾ നന്നാവലാണ്. ഞാനീ പറഞ്ഞ രണ്ട് കുട്ടികളും 6ാം ക്ലാസ്സിന്റെ ശേഷം മദ്രസയുടെ പാഠഭാഗങ്ങള്, ഇസ്ലാമിന്റെ ദീനീ ഗുണപാഠങ്ങള്, പരിശുദ്ധ ഖുർആനിന്റെ പാഠഭാഗങ്ങള് അവർക്ക് പഠിക്കാൻ, അവർക്കറിയാൻ ജീവിതത്തിൽ ഒരു അവസരവും കിട്ടാത്ത കുട്ടികളാണ്. ഫാത്തിഹ പോലും തെറ്റുകൂടാതെ ഓതാൻ അറിയാത്തവരാണ്. അല്ലാഹുവിന്റെ ദീനില് തെറ്റുകൂടാതെ നമസ്കരിക്കാനുള്ള ബാധ്യത പോലും പഠിക്കാത്തവരാണ്. സമ്പത്തുണ്ടാക്കുന്ന തിരക്കിൽ അതിമാധുരികമായ സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടുന്നതിനിടയിൽ ഈ വാപ്പയും ഉമ്മയും തന്റെ ഈ കുട്ടികൾക്ക് ഇതിന് സൗകര്യമുണ്ടാകണമെന്ന് ഒരു ദിവസം പോലും ചിന്തിച്ചിട്ടില്ല. ആ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കണമെന്ന ചിന്ത ആ ഉമ്മയുടെ മനസ്സിൽ വന്നിട്ടില്ല, ആ വാപ്പയുടെ ഹൃദയത്തിൽ ലവലേശം പോയിട്ടില്ല. അപ്പോഴാണ് ആ മക്കള് തനിക്കും തന്റെ സമുദായത്തിനും അപകടകരമാകുന്ന രൂപത്തിൽ മാറി വരുന്നത് കാണുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇത്തരം ദുഃഖകരമായ പ്രവണതകൾ സമൂഹത്തിൽ പെരുകുമ്പോ തിരുത്തേണ്ട ധാരണകളിലുണ്ടോ? അല്ലാഹു എന്ന ബോധം തന്റെ കുട്ടികളിൽ ഉണ്ടാക്കാൻ കഠിനമായി പരിശ്രമിക്കണം. എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് വർദ്ധിക്കുമ്പോ, സൗകര്യങ്ങൾ പെരുകുമ്പോ, സംവിധാനങ്ങൾ കൂടുമ്പോ തന്റെ മക്കളെ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം അത് പരാജയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സ്വത്തുണ്ടല്ലോ, നിങ്ങളുടെ നിയമത്തുകൾ ഓരോന്നും, നിങ്ങളുടെ പകിട്ടുകൾ ഓരോന്നും, നിങ്ങളുടെ സമൃദ്ധികൾ ഓരോന്നും അത് നിങ്ങളെ അശ്രദ്ധമാക്കിക്കൂടാ. വലാ ഔലാദുകും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അശ്രദ്ധമാക്കിക്കൂടാ. അന്തിക്കില്ല അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് നിങ്ങൾക്ക് സമ്പത്ത് കൂടാൻ, എന്നിട്ട് ഈ ഭൂമിയിലെ സ്വർണം വിളയിക്കുന്ന ഗനികളായി നിങ്ങളുടെ കുട്ടികളെ മാറാൻ, അതിനുവേണ്ടി ജീവിതത്തിന്റെ സകല നന്മകളെയും പറിച്ചറിയുന്ന വർത്തമാനങ്ങള് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് അപകടകരമാണ്. അന്തിക്കില്ല അല്ലാഹു എന്ന സ്മരണയിൽ നിന്നവർ ദൂരത്തായിക്കൂടാ. ആരാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത് അവർ അമ്പേ പരാജയപ്പെട്ടു പോയവരാണ്. അല്ലാഹു എന്ന സ്മരണയിൽ നിന്ന് ദൂരത്തായി പോകുന്ന കുഞ്ഞുങ്ങള് വീട്ടിൽ വളർന്നാൽ അത് അപകടകരമാണ്. അത് ഈ സമുദായത്തിന്റെ നഷ്ടമാണ്. നമ്മുടെ മക്കളിൽ എത്ര പേർക്ക് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനിന്റെ പാഠഭാഗങ്ങള് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്റെ കബറിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എത്ര മക്കൾ എന്റെ വീട്ടിലുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പ്രിയമുള്ളവരെ. ആർക്കിടെക്റ്റിന്റെ സാമ്രാജ്യം തീർക്കുന്ന എഞ്ചിനീയർമാര്, വലിയ വലിയ വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ തീർക്കുന്ന വൈദ്യശാസ്ത്രജ്ഞന്മാര്, ഈ ഭൂമിയിൽ അക്ഷരങ്ങളുള്ള വലിയ രോഗങ്ങൾ തുറന്നു വെക്കുന്ന
വിദ്യന്മാര് എല്ലാരും നമ്മുടെ സമൂഹത്തിലെ അവരിൽ എത്ര പേർക്ക് അല്ലാഹു എന്ന ബോധം നമ്മൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കിയിട്ടുണ്ട്. ആരാധനാകർമ്മങ്ങളിലുള്ള ജാഗ്രത സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന ബോധം എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്ര കണ്ട് സൃഷ്ടിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ ചിന്തിക്കേണ്ടത്, ഒരു വിശ്വാസി എന്ന നിലയിൽ ചിന്തിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനം തന്റെ കുഞ്ഞുങ്ങളെ നന്നാക്കലാണ്, അവർക്ക് ദീനീ ബോധം കൊടുക്കലാണ്. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൊരു വാപ്പയും മോനും വരികയാണ്. വന്നിട്ട് ആ വാപ്പ ഖലീഫയോട് അമീറുൽ മുഅ്മിനീനോട് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നത് എന്റെ മോനെ കുറിച്ച് പരാതി പറയാനാണ്. എന്റെ മോനെ നിങ്ങളൊന്ന് ഉപദേശിക്കുമോ ഉമർ? എന്റെ മോൻ വല്ലാത്ത ദുഷ്ടക്കാരനാണ്, മോശത്തരം ചെയ്യുന്നവനാണ്, അവൻ വല്ലാത്ത വാശിക്കാരനാണ്, നാം എടുത്താൽ തോന്നിവാസനെ പറയൂ, എന്നോട് പോലും അവന് ബഹുമാനമില്ല, പാപ്പ എന്ന നിലയിൽ എന്നെ ആദരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, അതുകൊണ്ട് എന്റെ മോനെ നിങ്ങളൊന്ന് ഉപദേശിക്കുമോ? മകനെ വിളിച്ചിട്ട് മുഖം കറുപ്പിച്ച് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിനക്ക് നിന്റെ വാപ്പയോട് കടമയില്ലടാ, നീ വാപ്പയെ എങ്ങനെയാണ് കുറ്റം പറയുന്നത്, മോശം പറയുന്നത്, പുലപ്പി വിളിക്കുന്നത്? അതിന് ചെയ്യുന്നത് തെറ്റല്ലേ? നിന്റെ വാപ്പാനോടുള്ള ഹക്ക് നീ പാലിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആ മകൻ തിരിച്ചു ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് എന്റെ ഉപ്പയോട് കടപ്പാടുള്ളത് പോലെ എന്റെ ഉപ്പാക്ക് എന്നോട് കടപ്പാടില്ലേ ഉമർ? എന്റെ ഉപ്പാക്ക് എന്നോട് ബാധ്യതയില്ലേ ഉമർ? എന്റെ ഉപ്പാക്ക് എന്നോട് ഉത്തരവാദിത്തമില്ലേ ഉമർ? എന്ന് പറഞ്ഞു, ഉണ്ട്. അപ്പൊ മകന്റെ ചോദ്യം, ഏതെല്ലാമാണ് ഉത്തരവാദിത്തങ്ങളെന്ന് പറയുമോ? ഉടനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഈ ഭൂമിയിൽ നിന്റെ ഉപ്പക്ക് നിന്നോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒന്ന് നിന്റെ ഉമ്മയെ നന്നാക്കലാണ്, ഏറ്റവും നല്ല ഉമ്മയെ തരലാണ്. നിനക്കും ജീവിതത്തിൽ ഉമ്മ എന്ന് വിളിക്കാൻ സ്വാഗതമായ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഗർഭം ധരിപ്പിച്ച് കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്വാഗതമായ പെണ്ണിനെ നിന്റെ ഉമ്മയായി തരലാണ്. അഥവാ ഹലാലായ മാർഗത്തിൽ സ്വാഗതമായ പെണ്ണിനെ കെട്ടലാണ്. രണ്ടാമത്തത് അവന്റെ പേര് നന്നാക്കലാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം, എന്ന് പറഞ്ഞാൽ സൽപ്പേരുള്ള കുടുംബത്തിൽ കുഞ്ഞിനെ പ്രസവിപ്പിക്കലാണ്, കുഞ്ഞിനെ വളർത്തലാണ്. രണ്ട് കുഞ്ഞിന് നല്ല അല്ലാഹുവിന് പൊരുത്തമുള്ള പേര് നൽകലാണ്. രണ്ടാണെങ്കിലും ഒരു മേൽവിലാസം എന്റെ കുഞ്ഞിനുണ്ടാക്കലാണ്. മൂന്നാമത്തത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മകനെ പഠിപ്പിച്ചു കൊടുക്കലാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഗുണവാദങ്ങൾ തന്റെ കുഞ്ഞിന് പകർന്നു കൊടുക്കലാണ്. ഇത് മൂന്നും തന്റെ വാപ്പയുടെ ഉത്തരവാദിത്തമാണെന്ന് മോനോട് പറഞ്ഞപ്പോ ആ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഒരു വേശ്യയായ പെണ്ണിനെയാണ് എന്റെ ഉമ്മയായി അല്ലാഹു എനിക്ക് തന്ന എന്റെ ഉമ്മയെ എന്റെ വാപ്പ തെരഞ്ഞെടുത്തത് വേശ്യയായ പെണ്ണിനെയാണ്. അവരുടെ വയറ്റിലാണ് ഞാൻ പിറന്നത്. നാട്ടുകാർ വസന്തം വിളിച്ചു പറയുന്ന ഉമ്മയാണ്, മോശത്തരങ്ങളുടെ ഒരു ഉമ്മയാണ് എനിക്കുള്ളത്. എനിക്ക് നല്ല ഉമ്മയില്ല. എന്റെ പേരാവട്ടെ ഏറ്റവും മോശപ്പെട്ട പേരാണ്. എനിക്കൊരു കരിമ്പ് പോലും ഒരു ആയത്ത് പോലും എന്റെ വാപ്പ ഇത്രകാലത്തെ ജീവിതത്തിനിടയിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ്, ഇനി നിങ്ങൾ പറ, എന്റെ വാപ്പ എന്നോടുള്ള ഹക്ക് പൂർത്തീകരിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ എന്റെ വാപ്പാനോടുള്ള ഹക്ക് പൂർത്തീകരിക്കാത്തത്? മനുഷ്യന്റെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, സ്വന്തം മോനോട് ഹക്ക് പൂർത്തീകരിക്കാത്ത മനുഷ്യ, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ മുന്നിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് നെഞ്ചി വിരിച്ച് നിൽക്കാനുള്ള ധൈര്യം വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശകാരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മ ഉപ്പമാരെ ആലോചിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേര് നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയും, എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മ എന്റെ അഭിമാനമാണ്, എന്റെ വാപ്പ എന്റെ അഭിമാനമാണ്, എന്റെ ഉമ്മയാണ് എന്റെ മാതൃക, എന്റെ വാപ്പയാണ് എന്റെ മാതൃക എന്ന് നിങ്ങളുടെ വീട്ടിലെ മക്കൾ എത്ര പേര് പറയുമെന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് മാതാപിതാക്കൾ നന്നാവുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ജയിക്കേണ്ടത്. ഫാത്തിമയോട് ചെന്നിട്ട് മോളെ നിന്റെ ദീനിന്റെ മാതൃക ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ വാപ്പയാണ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ. എന്ന പേരക്കുട്ടികളോട് മക്കളെ നിങ്ങൾ ആരെ കണ്ടിട്ടാണ് പരിശുദ്ധ ദീനിന്റെ ഗുണപാഠങ്ങൾ പഠിച്ചതെന്ന് ചോദിക്കുമ്പോ അത് ഞങ്ങളുടെ വല്ലിപ്പയാണ് ഹബീബുനാ റസൂലുള്ളാഹ്. മരുമകനായ അലിയാരോട് ചെന്നിട്ട് അലിയാരെ നിങ്ങളുടെ മാതൃക ആരാണെന്ന് ചോദിക്കുമ്പോ അത് എന്റെ അമ്മോഷനായ ഹബീബുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ മാതൃക ആയിഷയുടെ മാതൃക ഹബീബ്, ഖദീജയുടെ മാതൃക ഹബീബ്, ഭാര്യയുടെ മാതൃക ഭർത്താവാകുന്ന ഹബീബ്, ഉമ്മയുടെ മാതൃക തന്റെ മക്കളുടെ മാതൃക ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാപ്പ, മരുമക്കളുടെ മാതൃക വാപ്പ, തന്റെ പുതിയ മക്കളുടെ മാതൃക തന്റെ വാപ്പ, എല്ലാവരുടെയും മാതൃക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ഏറ്റവും നല്ല മാതൃക നിങ്ങളാകാൻ നിങ്ങൾക്ക് കഴിയുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ തരുന്ന ഏറ്റവും വലിയ റഹ്മത്താണ് തന്റെ മേൽവിലാസത്തെ നിലനിർത്തുന്ന മക്കളുണ്ടാവുക. ഈ നാട്ടിൽ എത്രയോ വർഷങ്ങളോളം ഈ നാടിന്റെ ആത്മീയ മേഖലകളിൽ ഒരു വലിയ ജ്ഞാനസമരത്തിന് സമൂഹത്തിന് ഈ നാടിനെ വലിയ പരിചയമായ ഒരു മാതൃകയായി ജീവിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിനുണ്ണിയായി ജീവിച്ച് ജീവനാഥുവിന്റെ ആരോഗ്യകരമായ വിധിക്ക് മുന്നിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയ